ഈ രണ്ട് സുന്ദരികളായ നടികൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇന്ന് വെളിയായി. കാരണം അവരുപയോഗിക്കുന്ന എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒരു സ്ഥലത്തുണ്ടാക്കുന്നതാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായോ. ഡോക്ടർ മഞ്ജു വാസുദേവൻ്റെ ഒരു സംരംഭമാണ് ഈ രണ്ട് സുന്ദരികളെ ഇവിടെ സുന്ദരികളായി നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. വേണേൽ നിങ്ങളിൽ സൗന്ദര്യം കൂടുതലുള്ളവർക്ക് ഉപയോഗിക്കാതിരിക്കാം. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ നമ്മുടെ ലോകത്തിപ്പോൾ ഈ കൺസ്യൂമർ, അതായത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും താല്പര്യം ബ്രാൻഡുകളോടാണ്. ഇത് എന്ത് ബ്രാൻഡായാലും വേണ്ടില്ല, അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് വേണം. അപ്പോൾ എല്ലാ ബിസിനസ്സിനും എല്ലാ പ്രോഡക്റ്റിനും ആദ്യം സാധാരണ ചെയ്യുന്ന ബ്രാൻഡ് ഡെവലപ്മെൻറ്റാണ്. ഈ കാട് കയറി ജീവിതം നടത്തുന്ന ഡോക്ടർ മഞ്ജുവിന് ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവുമായിരിക്കും അല്ലേ? ബ്രാൻഡ് ഉണ്ടോ ഇപ്പോൾ? ഫോറസ്റ്റ് പോസ്റ്റ് കൊള്ളാം. എന്നുവെച്ചാൽ എന്ത് പറയുമായിരിക്കും? കാട്ടിൽ നിന്ന്. ഓക്കെ, നല്ല ബ്രാൻഡാണ്, നല്ല പേരാണ്. ഇതെങ്ങനെ വരട്ടെ. ഈ സുന്ദരികളുടെ മുഴുവൻ സൗന്ദര്യവർദ്ധനയ്ക്കുള്ള ഏറ്റവും വലിയ ഇതിൻ്റെ സക്സസ് നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. രണ്ടുപേര് അവർക്ക് സൗന്ദര്യമില്ലെന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മരുന്ന് ഫലിച്ചു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം അങ്ങനെയാണ്. ഓവി കൈയടിക്കുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഇത് കേട്ട് കൈയടിക്കുന്നുണ്ട്. വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊടുത്താൽ വീട്ടിൽ കുറച്ച് വഴക്കൊഴിവാക്കാം. പക്ഷേ ഇത് ആദിവാസി വിഭവങ്ങൾക്ക് ലോക വിപണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? വേൾഡ് മാർക്കറ്റുണ്ട്. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. ഒന്നാവട്ടെ. കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ തരാം. പുരുഷന്മാർക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് സൗന്ദര്യമൊക്കെ വരട്ടെ അല്ലേ? തന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ രക്ഷപ്പെടാൻ പറ്റുമോ. അത് മാത്രമല്ല, അതിലുമൊക്കെ ഉണ്ടല്ലോ ഒരു ഹ്യൂമനിസം ഉണ്ട് എല്ലായിടത്തും. നമ്മളത് മനസ്സിലാക്കണം. വെറുതെ ഒരു ബിസിനസ് 4 കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാരല്ല ഇവരാരും. ഇതിനകത്തൊക്കെ ഒരു മനുഷ്യത്വമുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഈ കാട്ടിൽ നടക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരികയും അവരുടെ ടാലൻറ്റിനും കഴിവിനുമൊക്കെ അവരുടെ ജോലിക്കുമൊക്കെ ഒരു അർത്ഥമുണ്ടാക്കുക. അവർക്കും ജീവിതത്തിൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുക, അവർക്കതിനൊരു അർത്ഥമുണ്ടാക്കുക എന്ന് പറയുന്നത് കൂടെ ഇതിൻ്റെ കൂട്ടമുണ്ട്. അതാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയവും സന്തോഷവും. ഐ തിങ്ക് യു എൻജോയ് ദാറ്റ് പ്ലഷർ. എനിക്ക് ഇന്നത്തെ ഈ പറഞ്ഞ പോലെ ഒരു പത്മഭൂഷൺ കിട്ടിയതായെങ്കിലും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വേറെ ചെറിയ സന്തോഷം വേറെയുണ്ട്. പരിസ്ഥിതി ഗവേഷകർക്ക് ആദിവാസികളുടെ സഹായം വേണ്ടിവരും. പഠനം കഴിയുമ്പോൾ സർവകലാശാലകളുടെ മക്കളും കാടിന്റെ മക്കളും വഴിപിരിയും. മഞ്ജു പക്ഷേ കാനന സർവകലാശാലകളിലെ അംഗീകരിക്കപ്പെടാത്ത വിജ്ഞാനികൾക്കൊപ്പം ഉറച്ചു നിന്നു. വനവിഭവങ്ങൾ പലരും വിപണിയിലെത്തിക്കുന്നുണ്ട്. മഞ്ജുവിന്റെ ഫോറസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് കാടിന്റെ വിഭവങ്ങൾ ലോകോത്തര നിലവാരത്തിൽ മൂല്യവർദ്ധന വരുത്തി അന്താരാഷ്ട്ര വിപണിയിൽ എത്തിച്ചു എന്നതാണ്. മഞ്ജുവിന് വനവിഭവങ്ങൾ എന്നാൽ തേനും കോലരക്കും കുന്തിരിക്കവുമല്ല. കണ്ണാടിപ്പായ് എന്ന് കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ആദിവാസികളുടെ പേറ്റന്റ് കിട്ടിയ അത്ഭുത ഉൽപ്പന്നം. കണ്ണാടിയുടെ മിനുപ്പുള്ള ഈറ്റപ്പായ, മുതുവരുടെയും കാടരുടെയും നേരറിവ്, അങ്ങനെ ഓരോ ഊരിന്റെയും തനത് വിജ്ഞാനമാണ്. അതാണ് മഞ്ജു തെരഞ്ഞെടുത്തത്.
ഫോറസ്റ്റ് പോസ്റ്റ് വനാരോഗ്യം കാത്ത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കിയ വേറിട്ട സംരംഭം. ശാസ്ത്രവും കലയും മാനവികതയും പുരോഗമന അവബോധവും സമന്വയിച്ച വിപ്ലവകരമായ സാമൂഹിക സ്റ്റാർട്ടപ്പ്. പുരസ്കാരം നൽകുന്നത് പത്മഭൂഷൺ ഭരത് മമ്മൂട്ടി. കീർത്തിപത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് പ്രിയപ്പെട്ട അപർണ ബാലമുരളി. അഭിനന്ദനങ്ങൾ. മറുപടിക്കായി മഞ്ജു വാസുദേവൻ പ്ലീസ്. ഒരുപാട് സന്തോഷം, ശബ്ദം പോയിരിക്കുകയാണ്. ഇറ്റ്സ് സച്ച് എ ഡീപ്പ് ഓണർ ടു ബി റിസീവിങ് ദിസ് അവാർഡ്. പക്ഷേ ഇതിൽ വലിയൊരു പങ്ക് ഞങ്ങളുടെ ഓരോരുടെയും ഓരോ സ്ത്രീകൾക്കും ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കാടും പുഴയൊക്കെ എന്നും ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് തിയറിറ്റിക്കലി അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ അതറിഞ്ഞ് ഒന്നും അല്ലല്ലോ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും. പലപ്പോഴും നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ കണ്ട ഫോറസ്റ്റ് കമ്മ്യൂണിറ്റീസിൽ, ആദിവാസി ജനങ്ങളുടെ ഇടയിൽ പ്രകൃതിയെ ശരിക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കരുതലോടെയാണ് അവർ മുന്നോട്ട് പോണത്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് വാസ് ദി ഇൻസ്പിറേഷൻ ഫോർ ഫോറസ്റ്റ് പോസ്റ്റ്. ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഫോറസ്റ്റ് പോസ്റ്റ് ഫാമിലിയാണ്. 3-4 പേരെ വന്നിട്ടുള്ളൂ. മുതുവാന്മാർ എത്തിയിട്ടില്ല, നല്ല ദൂരെയാണ്, അവർക്ക് തിരിച്ചെത്താൻ പറ്റില്ല. ബിന്ദു ചേച്ചി, വിലാസ് ചേച്ചി ഒന്ന് വേദിയിലേക്ക് വരികയാണെങ്കിൽ I want to keep it really short. My throat is gone. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു കൈയടി. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തിന് പിന്നിൽ ഇവർ ഓരോരുത്തരുടെയും കൃത്യമായ ഇടപെടലുകളുണ്ട്, അവരുടെ സാന്നിധ്യമുണ്ട്. അതിനൊരു നിറഞ്ഞ കൈയടി നമുക്ക് സമ്മാനിക്കാം. ഒരു വിജയവും ഒറ്റയ്ക്കല്ല, കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് എന്ന് കാണിക്കുന്നതിന്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് ജ്വാല പുരസ്കാര വേദിയിൽ ഇവർക്ക് കൈയടികൾ നൽകാം. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.